നല്ലോരുഷസിൻ നന്മയോർത്തു നന്ദിയാൽ പാടിടുന്നു. നാഥനെ നന്ദിയാൽ പാടിടുന്നു. ദൈവത്തിന് സ്തോത്രം. വചനപ്രദീപം ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചല്ലോ. അല്പസമയം ഇന്ന് കർത്താവിനെ ആരാധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു തിരുവചനം ചിന്തിക്കാം. 96-ാം സങ്കീർത്തനം 8-ാം വാക്യം, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ വിഷയം. മനുഷ്യരാൽ അസാധ്യമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക എന്നത്. കാരണം ദൈവം അപരിമേയനും മനുഷ്യർ പരിമിതികളുള്ളവരുമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനും ദൈവത്തിന് മഹത്വം കൊടുത്താലും അത് മതിയാകേണ്ടതല്ല. എന്നാൽ നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങളൊന്നും നഷ്ടമാക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്നാണല്ലോ തിരുവചനം. കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷാ വേളയിൽ 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവർ 10 പേരും സൗഖ്യമാക്കുന്നതുമായ സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. 10 പേരും സൗഖ്യം പ്രാപിച്ചെങ്കിലും ശമര്യക്കാരനായ ഒരുവൻ മാത്രമേ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നുള്ളൂ. കർത്താവിനോട് ചോദിക്കുന്നു, 10 പേർ ശുദ്ധരായിത്തീർന്നില്ലയോ? ബാക്കി 9 പേർ എവിടെ? കർത്താവിൽ നിന്നും സൗഖ്യം ലഭിച്ച 10 പേരും നന്ദി പറയുവാൻ കടപ്പെട്ടവരാണ്. പക്ഷേ ഒരാൾ ഒഴികെ 9 പേരും അതിന് തയ്യാറായില്ല എന്നത് ദുഃഖകരമാണ്. ഇന്നും ദൈവജനത്തിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. ആദിമ വിശ്വാസികൾ ആദ്യകാലങ്ങളിൽ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും തുടർന്നു വന്നു. ഒരു കർത്തൃദിവസമായ ഇന്ന് നാം കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കി ആരാധിക്കേണ്ടവരാണ്. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല എന്ന് യെശയ്യാവ് 48:11 നാം വായിക്കുന്നു. കെറൂബുകളും സെറാഫുകളും നിരന്തരം വാഴ്ത്തിപ്പാടുന്ന ദൈവത്തെയാണ് യെശയ്യാവ് കാണുന്നത്. 2 ചിറകുകൾ കൊണ്ട് പറക്കുകയും 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടുകയും 2 ചിറകുകൾ കൊണ്ട് പാദം മൂടുകയും ചെയ്ത് തങ്ങളെ തന്നെ മറച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറയുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ദൂതന്മാർ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ യാതൊരു യോഗ്യതയുമില്ലാതെ പാപമാകുന്ന കുഷ്ഠം ബാധിച്ച് പാളയത്തിന് പുറത്തു കിടന്ന് നമ്മെ സൗഖ്യമാക്കിയ ആ മഹാത്ഭുതമാണ് യേശുക്രിസ്തുവിൽ കൂടെ നമ്മിൽ നടന്നത്. ആ ദൈവത്തിന് നാം എത്രമാത്രം മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ലഭിച്ച ആത്മീയ സൗഖ്യം അതെത്രയോ ശ്രേഷ്ഠമാണ്. കർത്താവിൽ നമുക്ക് ലഭിച്ച ആത്മീയ സൗഖ്യം, മകനെ മകളെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന സ്വർഗീയ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയവരാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. ശമര്യക്കാരനായ മനുഷ്യന് ആ കുഷ്ഠരോഗിയായിരുന്നെങ്കിലും അവൻ്റെ നന്ദി ഉള്ളിൽ മറച്ചു വയ്ക്കുവാനായി കഴിഞ്ഞില്ല. അവൻ നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം എത്രയോ ഉന്നതമാണ്. സകല മുഴങ്കാലും അടങ്ങത്തക്ക നിലയിൽ, സകല നാവും യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയത്തക്ക നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ നാമം അതിശ്രേഷ്ഠമായിരിക്കുന്നു, ഉന്നതമായിരിക്കുന്നു. ആ സൃഷ്ടാവായ ദൈവത്തെ, സകലത്തിൻ്റെയും പരിപാലകനായ ദൈവത്തെ നാം സ്തുതിക്കേണ്ടതാണ്, ആരാധിക്കേണ്ടതാണ്. അതിലുപരി നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയാണ് ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പാപികളും അശുദ്ധരുമായിരുന്ന നാം നിത്യനരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപം തൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഏറ്റുവാങ്ങി നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിനായി
നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ കെറുബുകളും ശെറാബുകളും നിത്യം ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ്സിൻ്റെ നാളുകൾ മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാകാതെ വണ്ണം ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ അത്ര വലുതാണ്. ഭൗതിക ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി നമ്മെ പോറ്റുന്നത് മാത്രമല്ല, അതിലുപരി നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്ത് നിത്യ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർത്ത ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്കെല്ലാം മഹത്വം അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൾക്കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് കാഴ്ചയർപ്പിക്കുവാനുള്ളത് നമ്മെ തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് നമുക്ക് കർത്താവിന് അർപ്പിക്കുവാനുള്ളത്. അതർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച സ്വർഗീയമായിട്ടുള്ള പദവിക്കായി, ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലായിരുന്നു. പാപമാകുന്ന കുഷ്ഠം ബാധിച്ചവരായിരുന്നു, പാളയത്തിന് പുറത്തു കിടന്നവരായിരുന്നു. എന്നാൽ ഞങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ അധമമായ ആ അവസ്ഥയിൽ നിന്ന് ഉത്തമമായ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവന്നത് കൊണ്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിനായി ഞങ്ങളെല്ലാം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.